ഇപ്പോൾ തിരുവനന്തപുരത്ത് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി രാജേഷിന് അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ CPIM ഉന്നയിച്ചെങ്കിൽ കൂടി ജില്ലാ കളക്ടർ അതിന് വഴങ്ങിയില്ല. ഇത് നേരത്തെ അറിയിക്കണമായിരുന്നു എന്നായിരുന്നു ജില്ലാ കളക്ടർ അറിയിച്ചത്. ഇത് കൃത്യമായി ചട്ടലംഘനം കാട്ടിയാണ് CPIMന്റെ പരാതി. പക്ഷെ ആ പരാതി നേരത്തെ ഉന്നയിക്കണമായിരുന്നു. ഇപ്പോൾ അത് ഉന്നയിക്കാൻ സാധിക്കില്ല. അത് ചട്ടലംഘനം ഇല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളുടെ വോട്ട് മാത്രം എണ്ണണമെന്നായിരുന്നു CPIM പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ആവശ്യം. പക്ഷെ അത് കളക്ടർ അംഗീകരിച്ചില്ല. തിരുവനന്തപുരത്ത് മേയറായി വി രാജേഷ് എത്തിയിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJPക്ക് ഒരു മേയർ ഉണ്ടായിരിക്കുന്നു. വി രാജേഷ് മേയറായി എത്തുകയാണ്. ഇപ്പോൾ വലിയ ആവേശത്തോടെ BJP പ്രവർത്തകർ ഹാളിന് പുറത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് 50 സീറ്റുകളുമായാണ് BJP ജയിച്ചത്. ഒരു സ്വതന്ത്രൻ കൂടി പിന്തുണയ്ക്കുമ്പോൾ 51 സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് BJP പോകുന്നത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ BJPക്ക് സാധിച്ചു. BJPക്ക് അവരുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം അത് ഭരണത്തിന് കൈയാളാൻ BJPക്ക് സാധിക്കുന്നു. വലിയ തരത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് വിജയിച്ച ഉടൻ തന്നെ ആശംസയുമായി എത്തി. ഇനി 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തി അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അറിയിക്കും എന്നാണ് BJPയുടെ വാഗ്ദാനം. എന്തായാലും വി രാജേഷിനെ തന്നെ മേയറായി തെരഞ്ഞെടുക്കാൻ BJP തീരുമാനിച്ചത് തന്നെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ്. കാരണം നമുക്കറിയാം ശ്രീലേഖ ഒരു ഘട്ടത്തിൽ മേയറായി വന്നേക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചർച്ച ആ തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരാൾ, പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരാൾ തന്നെ വരണം എന്ന് സംസ്ഥാന അധ്യക്ഷന് നിലപാടെടുത്തു. ശ്രീലേഖയും അതിന് അവസാന ഘട്ടത്തിൽ അതിന് പിന്തുണച്ച് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ വി രാജേഷിനെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ VS Anu ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. VS Anu, ഒരുപാട് ആവേശത്തോടെയാണ് BJP പ്രവർത്തകർ അവരുടെ അഭിവാദ്യം അർപ്പിക്കുന്നത്. കാരണം സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു മേയർ. തീർച്ചയായും രതീഷ്, BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തുടക്കത്തിൽ ആദ്യമായി ഒരു മേയർ വന്നിരിക്കുന്നു. 51 വോട്ട് ഇപ്പോൾ രാജേഷിന് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. 51 വോട്ടിനാണ് രാജേഷിന്റെ വിജയം. നിലവിൽ 100 അംഗങ്ങളാണ് ഈ പുതുതായി തെരഞ്ഞെടുപ്പെട്ട കൗൺസിലിൽ ഉള്ളത്. 101 വാർഡുണ്ടെങ്കിലും വിഴിഞ്ഞ വാർഡിലെ മത്സരം നടന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ ലഭിച്ച 100 വാർഡുകളിൽ 51 വാർഡിലെ 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി വി രാജേഷ് തിരുവനന്തപുരത്തിന്റെ മേയറായിരിക്കുന്നു. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 50 സീറ്റാണ് അല്ലെങ്കിൽ 50 അംഗങ്ങളാണ് BJPയുടെ NDAയുടെ ഭാഗമായിട്ട് ഉള്ളത്. പാർട്ടിയിൽ നിന്ന് ജയിച്ച പാർട്ടി രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടിയാണ് ഇപ്പോൾ വി രാജേഷിന് 51 വോട്ട് ലഭിച്ചിരിക്കുന്നത്. ശരി, VS Anu, എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ ഇത്രയും കാലം തലസ്ഥാനത്ത് വികസനമില്ല എന്നായിരുന്നു BJP പറഞ്ഞുകൊണ്ടിരുന്നത്. വന്ന വികസനമെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വികസനത്തിലേക്കുള്ള വികസന രേഖ തയ്യാറാക്കേണ്ടത് BJPയാണ്. ആ അർത്ഥത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും പറയുന്നത് ഇത്രയും കാലം നടന്ന ഇടത് ഭരണം അതുണ്ടാക്കിയ അഴിമതികൾ, വികസനമില്ലായ്മ, ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് എല്ലാ ഘട്ടത്തിലും അവർ ഒരു പ്രധാനമായി തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അനന്തപുരിയുടെ വികസന രേഖ പ്രസിദ്ധീകരിക്കുക എന്ന അടക്കമുള്ളവരുടെ വാഗ്ദാനങ്ങൾ ഉണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നു എന്നാണ് അവരുടെ നേതൃത്വം നമ്മോട് പറയുന്ന വിശദീകരണം. ഏതായിരുന്നാലും ഇപ്പോൾ മേയറായി വി രാജേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു.